നീ ഹാപ്പി ആണോടാ? ബുദ്ധിമുട്ടുണ്ടോടാ? നിനക്ക് ഓണം ആഘോഷിക്കാൻ പറ്റുമെന്ന് നമ്മൾ ചോദിക്കണം. ഓണം ആഘോഷിക്കാൻ പറ്റുമെന്ന് അവരോട് ചോദിച്ചു. അപ്പോൾ അവൻ ഹാപ്പി ഓണം. ഇപ്പോൾ നമ്മൾ എല്ലാവരും വളരെ സന്തോഷത്തിലാണല്ലേ. സോഷ്യൽ മീഡിയ ഒക്കെ തുറന്നു കഴിഞ്ഞാൽ ഇതാണ് ഹാപ്പി ഓണം. പറഞ്ഞു ബുദ്ധിമുട്ടികൾ കാര്യം എവിടെ ഹാപ്പിയാണ് അല്ലേ. ഡാൻസുകളാണ്, പാട്ടുകൾ, പിന്നെ ഡ്രസ്സ്, അതിൻ്റെ ഓഫറുകൾ ഇങ്ങനെ ചടുലമായിട്ട് നീങ്ങിക്കൊണ്ടിരിക്കുന്ന അവസ്ഥ. ഇതെല്ലാം നോക്കി നിന്നിട്ട് ഇതിന് പറ്റാത്ത, അല്ലെങ്കിൽ കുട്ടികൾക്ക് പോലും സ്വന്തം പോലും ഒരു വസ്ത്രം എടുക്കാനോ സന്തോഷിക്കാനോ എന്തിനാ ഓണത്തിൻ്റെ അന്ന് ഒരു നല്ലൊരു സാമ്പാറും ഒരു പപ്പടം പൊരിച്ചും പോലും ഇട്ട് കഴിക്കാൻ പറ്റാത്ത അവസ്ഥ ഉള്ള ആൾക്കാർ നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ? എനിക്ക് അങ്ങനെ ഒരു അനുഭവം ഉണ്ടായി. അതുകൊണ്ടാണ് കാര്യം പറയാൻ എളുപ്പമാണ്. ഹാപ്പി ഓണം എന്ന് പറയാം. നീ ഹാപ്പിയാണോടാ? എടാ നീ ഹാപ്പിയാണോ? നിനക്ക് ഓണം ആഘോഷിക്കാൻ പറ്റുന്നുണ്ടോ? പലരോടും ചോദിക്കാറുണ്ടോ? നമ്മളെന്താണ് ഈ പാവപ്പെട്ടെന്ന് പറയുമ്പോൾ നമ്മൾ സ്ഥലത്തേക്ക് പോകുള്ളൊരു ചെറ്റക്കുടിൽ, അല്ലെങ്കിൽ ഓടിട്ട വീട്, അല്ലെങ്കിൽ സൈക്കിൾ ഓട്ടുന്ന വളരെ ബുദ്ധിമുട്ടിയൊക്കെ നടക്കുന്ന ഒരു ആൾക്കാർ, അവരാണ് പാവപ്പെട്ടല്ലേ. അന്ന് അത്യാവശ്യം തരക്കേടില്ലാത്തൊരു വാർത്ത വീട്, ഒരു ബൈക്ക്, നല്ല തേച്ച് ഭംഗിയായി നടക്കുന്ന ഒരു ഷർട്ടൊക്കെ ഇട്ടിട്ട് നടക്കണമ്പോൾ അവന് കുഴപ്പമില്ല, അവനൊക്കെ ഹാപ്പിയാണ്, അവനൊന്നും പ്രശ്നമില്ല. കാര്യം നമ്മൾ അറിയുന്നില്ല അവൻ്റെ ബുദ്ധിമുട്ട്. കാര്യം അവന് ഒരുപാട് EMI, പിള്ളേരെ പഠന ചെലവുകൾ, പല ബാധ്യതകൾ, അവന് അഭിമാനിയതുകൊണ്ട് പുറത്ത് പറയില്ല. അതെനിക്ക് പല സ്ഥലത്ത് കിട്ടിയ പാഠമാണ്. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു സുഹൃത്തിനെ കണ്ടപ്പോൾ ഞാനിങ്ങനെ ഓടിച്ചെന്ന് കെട്ടിപ്പിടിയാ കുറേ നാളെ കണ്ടിട്ട് ഹാപ്പി ഓണമെന്ന് പറഞ്ഞു. അവനും പറഞ്ഞ് തിരിച്ച് ഹാപ്പി ഓണമെന്ന് പറഞ്ഞു. തിരിച്ച് ഹാപ്പി ഓണമെന്ന് പറഞ്ഞപ്പോൾ എവിടെ ഒരു വിങ്ങൽ എനിക്ക് തോന്നി. അപ്പോൾ ഞാൻ എന്നോട് സാധാരണ ചോദിക്കണേടാ നീ ഹാപ്പി അല്ലടാ, നിനക്ക് ഓണം ആഘോഷിക്കാൻ പറ്റുമെന്ന് അവരോട് ചോദിച്ചു. അപ്പോൾ അവൻ മനസ്സ് തുറക്കുമായിരുന്നു. അവിടെ ബുദ്ധിമുട്ടിലാണ്, വളരെ ഞെരുക്കത്തിലാണ്. ഓണം പോയിട്ട് പിള്ളേർക്ക് ഡ്രസ്സ്, 2 പിള്ളേരുണ്ട്, എടുക്കാൻ വലിയ ബുദ്ധിമുട്ടാണ്. പിന്നെ പല കഥകളും ബിസിനസ് ചെയ്തും നഷ്ടത്തിൽ വന്നതും പലരും ചോദിക്കുമ്പോൾ പലർക്ക് തമാശ, അവർക്ക് അവരുടെ കാര്യമാണ്. ആരും വിളിച്ചു നിർത്തി എടാ നിനക്ക് ബുദ്ധിമുട്ടുണ്ടോ എന്ന് അടുത്ത വേണ്ടപ്പെട്ടവർ സ്വന്തക്കാർ പോലും ചോദിച്ചില്ല. അപ്പോൾ ഞാനത്ര സമ്പന്നനാണ്. ആളും അതേ ക്രൈറ്റീരിയൽ. ഇപ്പോൾ 100 രൂപ എന്ന് പറഞ്ഞാൽ എനിക്ക് വലിയ എമൗണ്ടാണ്. ഇപ്പോൾ 100 രൂപ എന്ന് പറഞ്ഞാൽ നമുക്ക് വലിയ എമൗണ്ടാണ്. ഇപ്പം എന്നിട്ടും എന്നെക്കൊണ്ട് ചെയ്യാവുന്നൊരു സഹായം ഞാൻ കൊടുക്കാൻ പറ്റും. അപ്പോൾ ഞാൻ സന്തോഷവാനാണ്. കാര്യം എൻ്റെ ഓണം എൻ്റെ ഹാപ്പി പോലെ എനിക്ക് ചെയ്യുന്ന ചെറിയ സന്തോഷം ഞാൻ ഓണം ആഘോഷിക്കുന്ന ഒരു സുഹൃത്തിനും ആഘോഷിക്കുക, അവൻ്റെ ഒരു ഓർമ്മയിൽ ഞാനുണ്ടാവും. അപ്പോൾ നമ്മൾ ഓരോരുത്തരും നമ്മൾ പാവപ്പെട്ടെന്ന് പറഞ്ഞാൽ അത് മാറ്റിയിട്ട് പാവപ്പെട്ട നമ്മുടെ ഇടയിലേക്ക് ഉണ്ടെന്നേ. വലിയ വീട് വെച്ചാൽ അവർക്ക് സാമ്പത്തിക ബാധ്യതകളുണ്ട്, അതറിയാനും. നീ ഹാപ്പി ആണോടാ? നിനക്ക് ബുദ്ധിമുട്ടുണ്ടോടാ? നിനക്ക് ഓണം ആഘോഷിക്കാൻ പറ്റുമെന്ന് നമ്മൾ ചോദിക്കണം. അപ്പോൾ നമ്മുടെ ഓണമൊക്കെ എന്ന് പറഞ്ഞാൽ അതാണ് ഓണം എന്ന് എനിക്ക് തോന്നുന്നു. ഓണം എല്ലാ ആഘോഷം അങ്ങനെ തന്നെ ആവട്ടെ. അപ്പോൾ വീണ്ടും എല്ലാവർക്കും ഹാപ്പി ഓണം, ഹാപ്പി ഓണം, ഹാപ്പി